ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് സൺ ടി വി നെറ്റ്വർക്ക്. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ആസ്ഥാനം. കലാനിധി മാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാവേരി കലാനിധി മാരൻ, ഇവർ വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ നിന്നും പറ്റുന്ന റെമ്യൂണറേഷനാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. 175 കോടി രൂപയാണ് കലാനിധി മാരൻ, അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള കാവേരി കലാനിധി മാരൻ ഒരു വർഷം ഈ കമ്പനിയിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഇവരുടെ മകളായിട്ടുള്ള കാവ്യ കലാനിധി മാരൻ, ഇവർ ഒരു വർഷം ഏകദേശം 1,09,00,000 രൂപ മാനേജറിയൽ കമ്മീഷൻ രീതിയിലും അതും കൊണ്ടുപോകുന്നുണ്ട്. 87 കോടി രൂപയാണ് ഒരാൾക്ക് ഒരു വർഷം ഇവർ സാലറി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സമയങ്ങളിലൂടെ പോകുന്ന സമയത്തും ഇവർ ഈ ഒരു പണം 175 കോടി രൂപ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും കമ്പനിയിൽ നിന്ന് എടുത്തതായിട്ടുള്ള രേഖകൾ കാണുന്നു. അതിനു പുറമെ കമ്പനി പ്രഖ്യാപിച്ച ഡിവിഡൻഡ് ഏകദേശം 75% ഓഹരി പങ്കാളിത്തമാണ് ഇവർക്ക് ഈ ഒരു സൺ ടി വിയിലുള്ളത്. അപ്പോൾ പ്രഖ്യാപിക്കുന്ന ഡിവിഡൻഡിൻ്റെ 75% ഇവർ തന്നെയാണ് കൊണ്ടുപോവുക. അപ്പോൾ കഴിഞ്ഞ വർഷം കമ്പനി പ്രഖ്യാപിച്ച മൊത്തം ഡിവിഡൻഡിൻ്റെ ഏകദേശം 443.5 കോടി രൂപ 443.5 കോടി രൂപ ഡിവിഡൻഡ് ഇനത്തിലും കമ്പനിയിൽ നിന്നും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 550 കോടി രൂപ, 600 കോടിയോളം രൂപ ഇവർ രണ്ടുപേരും കൂടി മാത്രം ഡിവിഡൻഡായിട്ടും സാലറി കമ്മീഷനായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പല സിഇഒസും ഉണ്ട്. ഇവർ മാത്രമല്ല, പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള സന്ദീപ് കാൽറയാണ് ഏറ്റവും ടോപ്പായിട്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് സാലറിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് 147.09 ലക്ഷം കോടി രൂപയാണ് റെമ്യൂണറേഷൻ ആയിട്ടുള്ളത് 2025. ഹീറോ മോട്ടോകോപ്പിൻ്റെ MD ആയിട്ടുള്ള പവൻ മുഞ്ചാൽ, അദ്ദേഹത്തിന് 109 കോടി രൂപ 109.5 കോടി രൂപയാണ് അവരുടെ ഒരു വർഷത്തെ റെമ്യൂണറേഷൻ ആയിട്ടുള്ളത്. ബജാജ് ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായിട്ടുള്ള രാജീവ് ജെയിൻ 102.10 ലക്ഷം കോടി രൂപയാണ് 102 കോടി രൂപയാണ് ഏകദേശം റെമ്യൂണറേഷൻ എടുത്തുകൊണ്ടത്. അതിന് പുറമെ 80 കോടി രൂപ ഇസോപ്പിനത്തിനും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിനും അദ്ദേഹം കിട്ടിയിട്ടുണ്ട്. HCLൻ്റെ CEO ആയിട്ടുള്ള വിജയകുമാർ 94.5 കോടി രൂപയാണ് റെമ്യൂണറേഷൻ ഇനത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ LNTയുടെ SN സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിൻ്റെ പാക്കേജ് ഏകദേശം 76.5 കോടി രൂപയാണ് ഒരു വർഷം പോയിരിക്കുന്നത്. അപ്പം ഡിവിഡൻഡ് ഇനത്തിലും ഈ ഒരു വിധത്തിൽ നല്ല രീതിയിൽ കമ്പനി കഴിഞ്ഞ പ്രാവശ്യം 514 കോടി രൂപയാണ് സൺ ടി വി ടോട്ടൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്. അതിൽ 514 കോടി രൂപയിൽ 443 കോടി രൂപയും ഈ മാരൻ കുടുംബത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇവരുടെ മറ്റുള്ള സാലറീസൊക്കെ, എംപ്ലോയീസിൻ്റെ സാലറി എത്രയോ കുറവാണ്. 909 ഇരട്ടി കുറവായിട്ടാണ് ഉള്ളത് ഇവരുടെ മാനേജർ സ്റ്റാഫിൻ്റെയൊക്കെ സാലറി വരുന്നത്. സോ ഇവരാണിതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടപ്പോൾ ഒരു ആശ്ചര്യമുള്ള ന്യൂസായി നമുക്ക്